ഹലോ ഓൾ, രാവിലെ തന്നെ മടി പിടിച്ചാണ് കേട്ടോ എണീറ്റ് കുറേ നേരം ആലോചിച്ചു ക്ലാസ് പോണോ പോണ്ടേ. പിന്നെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് യു വിൽ ഫേസ് ദ കോൺസിക്വൻസ് എന്ന മെസ്സേജസ് കണ്ടിട്ടാണ് കേട്ടോ എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ക്ലാസ് പോണത്. ഇന്ന് റാൻഡം ആയിട്ട് കോളിംഗ് ആയിരുന്നു PPT പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഭയങ്കര ഭാഗ്യം തന്നെ രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ എന്നെ തന്നെയാണ് കേട്ടോ വിളിച്ചത്. അങ്ങനെ എങ്ങനെയൊക്കെയോ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓർത്തോ ഞങ്ങൾക്ക് ഇന്ന് എൻ പോസ്റ്റിംഗ് ഉള്ള ദിവസമാണ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ. അങ്ങനെ എൻ പോസ്റ്റിങ്ങിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഓർത്തോപീഡിക്സിനൊരു ഒക്കെ കുറവുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡെമോ റൂമിലെത്തി. പിന്നെ 10 മണിക്ക് എക്സാം നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുറേ നേരം ഫോറൻസിക് ഒക്കെ പഠിച്ചിരുന്നു. കാരണം നാളെയാണ് ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാംസ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു 12 മണിയായപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലെത്തിയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് നേരത്തെ കാലത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മെസ്സിൽ പോയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റഡി ഹാളിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ മെസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പഠിക്കാറ്. പിന്നെ എക്സാം ആയതോടെ കോഫി കുടിക്കുന്നതിൻ്റെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ ബാഗിൽ ബുക്കൊക്കെ എടുത്ത് മെസ്സ് പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ സ്നാക്സും വെച്ചിട്ടുണ്ട്. കാരണം പഠിക്കാനിരുന്ന അപ്പം ഉറക്കം വരുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ കോഫിയൊക്കെ എടുത്ത് ഫൈനലി ഞാൻ മെസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. മെസ്സിലെത്തിയപ്പോൾ ആണെങ്കിൽ ഓൾറെഡി കുറേ പേര് ബുക്ക് വെച്ചിട്ട് അവിടെ വരെ ടേബിളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഫാനിൻ്റെ താഴെയുള്ള ഒരു സ്ഥലം കിട്ടി. ഇവിടെ എല്ലാവരും ഫാനിൻ്റെ താഴെയുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ആദ്യമേ വന്ന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൽ. അങ്ങനെ ബുക്കൊക്കെ റെഡിയാക്കി വെച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ മെസ്സ് തന്നെ ആയതുകൊണ്ട് പഠിക്കലൊക്കെ ലഞ്ചൊക്കെ വരുന്നത് കറക്റ്റ് അറിയൂ കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം കഴിക്കാൻ മാത്രമുള്ള സമയമില്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ കഴിച്ച് കോളേജിൽ പോകാൻ വീണ്ടും റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിന് പോയില്ലെങ്കിൽ എക്സാം കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് 1 മണിക്കൂറിന് വേണ്ടി മാത്രം പോകുന്നത്. ബാക്കിയുള്ള 2 hours നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നവർ 2:30 വീണ്ടും പഠിക്കാനിരുന്നിട്ടുണ്ട്. പിന്നെ എക്സാം ആയ ഇത് തന്നെയാണ് സ്ഥിരം റൂട്ടീൻ. പഠിക്കുക, ഫുഡ് കഴിക്കുക, ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോകും. അങ്ങനെ ഫൈനലി ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷായി വന്ന് പിന്നെ മഗ്‌രിബിന് നേരമായപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പഠിക്കാനിരിക്കുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് വന്നന്ന് എടുത്ത് വെച്ച കക്കരിക്കാണ് കേട്ടോ. ഇതൊന്നും തിന്നാനുള്ള നേരം കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ചെത്തി വെച്ച് കഴിച്ചതേ. പിന്നെ മെസ്സിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല പുട്ടും ചിക്കൻ സ്റ്റൂ ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നീടും പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഈ രാത്രി ആവുന്തോറും ഇവിടെ പഠിക്കുന്നവരുടെ എണ്ണം കൂടി വരും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു